ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഡെയിലി നിങ്ങൾ കുടിവെള്ളം കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്നതിനാണ്. അപ്പോൾ ഇത് ഓരോന്നെണ്ണം എന്നിട്ട് ഓരോ ദിവസമായിട്ട് ഇത് 7 എണ്ണം ഉണ്ട്. പിന്നെ മല്ലി ഉപയോഗിക്കുന്നവരുണ്ട്, വേറെ കരിങ്ങാലി ഉപയോഗിക്കുന്നവരുണ്ട്, പതുമുഖം ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഇതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ഓരോ ദിവസവും ഇത് തുളസിയാണ്. തുളസി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇച്ചിരി തുളസി വെള്ളം ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ, പഴമക്കാരുടെ തൊട്ടുള്ള പറച്ചിലാണ്. ഇത് പേരയിലയാണ്. ഒരു ദിവസം ഇന്ന് തുളസിയാണെങ്കിൽ നാളെ പേരയില. പിന്നെ ഇത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ വല്ലപ്പോഴും ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പനിയൊന്നും വരാതിരിക്കും. ഡെയിലി അധികമായ അമൃതം വിഷമാണ്, ഡെയിലി ഉപയോഗിക്കുമെന്ന് ഞാൻ പറയത്തില്ല, അതെനിക്കറിയത്തില്ല. അത് വല്ലപ്പോഴും വെള്ളം ഇട്ട് കുടിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് പനിക്കൂർക്ക. ഒരു വീട്ടിൽ ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ വളരെ ഉപയോഗമാണ്. അത് കാട് പോലെ വളരുകയും ചെയ്യും. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇത് പിന്നെ കറുകപ്പട്ടയാണ്. ഇത് ഒത്തിരി ഇടരുത്. ഒത്തിരി ആ വെള്ളത്തിന് അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കും. 2-3 ചെറിയ പീസ് ഇട്ടാൽ മതി. അത് നല്ല ചൂടോട് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പുവും നല്ലൊരു ടേസ്റ്റാണ്, ചൂടോട് കുടിക്കുമ്പോൾ വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ അധികം ഇടരുത്. അധികം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പിന്നെ ഇത് ഏലയ്ക്ക എണ്ണ ഇട്ടാൽ മതി, അതിൻ്റെ ഒരു ഫ്ലേവർ കൊണ്ട് നിൽക്കും. പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചിയും പിന്നെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് 7 എണ്ണം ഉണ്ട്. 7 ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള കുടിവെള്ളം തയ്യാറാക്കാൻ ഇത് മതി. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ.